യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു. സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക് പരമാവധി ഒരു സെന്റിന് 40,000, ഏറ്റവും കുറഞ്ഞത് 2,000 രൂപ മുതൽ 40,000 രൂപ വരെ വിലയുള്ള ഭൂമിയാണ്. ഇത് ടോട്ടൽ 11 ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെന്റിന് 1,60,000 രൂപക്ക് മറിച്ചു വിറ്റത്. ഈ ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന ആളുകളാണ്. ഭൂമി വിറ്റ ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, മൊയ്തീങ്ക അല്ലേ? പേര് മൊയ്തീങ്ക. മൊയ്തീങ്ക ഒരു സെന്റിന് അന്ന് എത്രക്കാ വിറ്റത്? 35,000 രൂപയ്ക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത്. ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാനിപ്പോൾ കണ്ടു. അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ 40,000 രൂപക്കാണ് വിറ്റതെന്നാണ്. എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അകത്ത് ഇദ്ദേഹം 35,000. പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ കെ.ടി. ജലീലിൻ്റെ താല്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ്, അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയാണ്. ഇതിൻ്റെ പിറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 2019 കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലം 6 വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല, വെക്കാൻ കഴിയില്ല. എന്താ കാര്യം? ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടില്ല, ഇതിന് വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് 2019 തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്. ഇപ്പം സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്, ഒന്നാമത്തെ കാര്യം, സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ കെ.ടി. ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ. ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീലിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല, ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കുപറ്റിയിട്ടുണ്ട്. ആരൊക്കെയാണോ ഇതിനകത്ത് പങ്കുപറ്റിയത് അവരെല്ലാം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഇതിനകത്ത് ജലീലിന് ഒരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ, പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും. ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഭൂമി ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിൽ ജലീൽ പണം വാങ്ങിയതാണോ ആരോപിക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം ഇത്ര ചതുപ്പ് പ്രദേശമായ ഈ സ്ഥലം ഉപയോഗശൂന്യമാണ് എന്ന് അന്ന് തന്നെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയ ശ്രീ മമ്മൂട്ടി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും, ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല, ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ്, വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ? ഒരു കല്ലെങ്കിലും വെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ 35,000 രൂപയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ, ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമല്ലേ വാങ്ങിയത്? 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. 8-10 വർഷം മുമ്പ്. മലയാളം സർവകലാശാലയ്ക്ക് തിരൂരിൽ ഏറ്റെടുത്ത ഭൂമി സംബന്ധിച്ചാണ് പി.കെ. ഫിറോസ് സംസാരിക്കുന്നത്. കെ.ടി. ജലീലിനെതിരെയാണ് പി.കെ. ഫിറോസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ.